പിറന്ന മണ്ണിനുണ്മയായി നിന്നൊരാശയം, ആർഷഭൂമി അമ്മയെന്ന ശ്രേഷ്ഠമായൊരാശയം നെഞ്ചിലേറ്റി ഞങ്ങളീ പവിത്ര സംഘചേതന. കാവിമണ്ണിൽ നിന്നു നിർഗമിച്ചു നവ്യശക്തികൾ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, മാതരം. സാധാരണ ജനങ്ങളുടെ അടുത്തൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും രാജേട്ടനെ വളരെ ബഹുമാന പുരസ്സരം സ്വീകരിക്കുകയും രാജേട്ടൻ ജയിക്കണമെന്ന് അവരെല്ലാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് പ്രചോദനമാണ് ഉണ്ടാകുന്നത്. അത് BJPയുടെ പ്രവർത്തകരും അനുഭാവികളും മാത്രമല്ല, തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് നേമം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും രാജേട്ടനെ പോലുള്ള ഒരാള് ജനപ്രതിനിധിയായി കേരള നിയമസഭയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. എതിരാളി BJP-ആയിട്ട് സഖ്യത്തിലാണെന്ന് പറയുന്ന അവസരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കുറച്ച് എളുപ്പമാണെന്നാണ് ചില ആൾക്കാരുടെ ധാരണ. ഏതായാലും അതിന് യാതൊരു അടിസ്ഥാനമില്ല. ആവുകില്ല ചോര പെയ്തണയ്ക്കുവാനൊരിക്കലും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, മാതരം. എല്ലാവർക്കും തൊഴിൽ ഉറപ്പുവരുത്താനും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്താനും സാധിക്കുന്ന ഒരു വ്യവസ്ഥിതി നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. എല്ലാ പൗരന്മാരും തുല്യരാണ്, എല്ലാവർക്കും തുല്യമായിട്ട് കാണണം. അതിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. നമ്മുടെ സെക്യുലറിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാട്. അത് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് പോയിന്റ് ഉള്ളത്.